അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഈശോ ഒരിക്കലും ധനവാന്മാരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഈശോ തീർച്ചയായും അവരെ ശകാരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ശിമയോൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുന്നത്. അപ്പോൾ ഈശോയ്ക്ക് ആരോടും വെറുപ്പോ അല്ലെങ്കിൽ തിരിച്ചു വ്യത്യാസമോ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ദശാംശവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 കൊറിന്തോസ് 9, 12, 13, 14, 15 വാക്യങ്ങൾ വളരെ കൃത്യമായി ശുശ്രൂഷകർക്ക് നൽകേണ്ട അല്ലെങ്കിൽ ശുശ്രൂഷകർക്ക് അവകാശമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ പറയുന്നതല്ല, പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായം 9 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് ശ്ലീഹ വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ്. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്, ദേവാലയ ജോലിക്കാർക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണെന്നും അൾത്താര ശുശ്രൂഷകർ ബലിവസ്തുക്കളുടെ പങ്ക് പറ്റുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഇനി ആണ് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം അദ്ദേഹം പറയുന്നു, പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, എന്നാൽ ഇതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇക്കാര്യം എഴുതുകയുമല്ല. അതിൻ്റെ കാരണമാണ് ഇനി പറയുന്നത്. മറ്റൊരുവനിൽ നിന്ന് അഭിമാനക്ഷതമേൽക്കുന്നതിനേൽ ഭേദം മരിക്കുകയാണ്. അതായത് മറ്റൊരുവനിൽ നിന്ന് അഭിമാനക്ഷതമേൽക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ അപ്പസ്തോലന്മാരുടെ കാലം മുതൽക്കേ ഉള്ള ഒരു പ്രധാന വിവാദമാണ് സാമ്പത്തിക മേഖല, അല്ലെങ്കിൽ ദശാംശം എന്നൊക്കെ പറയുന്നു. ഈ തന്ത്രം പിശാച് സഭയുടെ ആരംഭകാലം തൊട്ടേ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന തന്ത്രം തന്നെയാണ് സാമ്പത്തിക മേഖല. അവർ ദശാംശം മേടിക്കുന്നു, അല്ലെങ്കിൽ ശുശ്രൂഷകർ അങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ ചോദിക്കുന്നു, അവർ ഇങ്ങനെ സുഖമായിട്ട് കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത പ്രചരണം ശുശ്രൂഷകരുടെ നേരെ ഉണ്ട്. അത് ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷ മേഖലയെ കറയറ്റതാക്കി തീർക്കാനോ അല്ലെങ്കിൽ എല്ലാവരുടെയും ആത്മീയ ഉന്നതിക്കോ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ക്രിസ്തീയ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക എന്നൊരൊറ്റ പൈശാചിക ലക്ഷ്യം മാത്രമേ ഇതിനകത്തുള്ളൂ. അങ്ങനെ നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്ന വിശ്വാസികളെ അല്ലെങ്കിൽ ആത്മാക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നാശത്തിലെത്തിക്കുകയും ചെയ്യുന്നുള്ള പൈശാചിക അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം. അത് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നവർ, അതായത് നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരോടാണ്, അല്ലെങ്കിൽ നിത്യജീവനെ കുറിച്ച് പ്രതീക്ഷയുള്ളവരും ആ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മനുഷ്യരോടുമാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാൻ പാടില്ല. അങ്ങനെ വിവാദങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ലക്ഷ്യം മറന്നുപോകും. അങ്ങനെ ഒത്തിരി പേര് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നശിച്ചു പോയിട്ടുണ്ട്, നമ്മൾ കാണുന്നതാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഒരിക്കലും ഞാൻ ഈ ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രമക്കേടുകളെക്കുറിച്ചോ അതിനെ സപ്പോർട്ട് ചെയ്തോ അതിനു വേണ്ടിയോ വാദിക്കുന്നതല്ല. മറിച്ച് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെക്കുറിച്ചുള്ള കേൾവികൾ മൂലം
ആത്മീയതയിൽ നിന്ന് അകന്നു പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഈ ദശാംശത്തെക്കുറിച്ചും അത് കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നിയമാവർത്തന പുസ്തകം 18 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇത് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ ഈ പ്രഭാഷകൻ്റെ പുസ്തകം 45 അധ്യായം 26, 22 അല്ലെങ്കിൽ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കർത്താവ് അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്, ശുശ്രൂഷകർക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ അകത്ത് ആർക്കും ഒരു കുറ്റവും പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പിന്നെ ദശാംശം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് ഓരോ വിശ്വാസിയുടെയും താല്പര്യം പോലെ ഇരിക്കും. അത് വിശ്വാസികളുടെ ഇഷ്ടമാണ്, കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. കൊടുക്കണ്ട എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല, അധികാരമില്ല. അതാണ് ദശാംശത്തെക്കുറിച്ചുള്ള ആത്മീയമായിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ഇതിലും പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ശുശ്രൂഷകർ പ്രത്യേകിച്ച് ഈ ദശാംശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. അത് വിശ്വാസികളെ നിർബന്ധപൂർവം ശേഖരിക്കുന്നതാകരുത്. അല്ലെങ്കിൽ ഈ ദശാംശം എന്നതിനേക്കാൾ ഉപരി ഇതൊരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അല്ലെങ്കിൽ ദൈവത്തെയും ദൈവജനത്തെയും ചൂഷണം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചൂഷണം ചെയ്ത വ്യക്തിയെക്കുറിച്ച് ഈ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 5:27 അതിൻ്റെ അകത്ത് ഏലീഷായും ഗഹസിയുടെയും സംഭവം അറിയാമായിരിക്കും. അതായത് ഗഹസി നാമാൻ്റെ കയ്യിൽ നിന്ന് സ്വർണവും അങ്ങനെയുള്ള പാരിതോഷികങ്ങളും സമ്മാനങ്ങളും എലീഷ പ്രവാചകൻ അറിയാതെ സ്വീകരിക്കുന്നതും അവസാനം എലീഷ പ്രവാചകൻ ഗഹസിയെ ശപിക്കുന്നതും ശിക്ഷിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഗഹസി കുഷ്ഠരോഗിയായി മാറി എലീഷയുടെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്നതൊക്കെയാണ് എൻ്റെ അത് പറയുന്നത്. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശുശ്രൂഷകർ എലീഷായും ഗഹസിയും എന്ന ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ തന്നെയാണ്. നമ്മുടെ ഗുരുവായ ഈശോയുടെ ശിഷ്യരായ ശുശ്രൂഷകർ. അപ്പോൾ ഗഹസിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എലീഷായുടെ ഭവനത്തിലെ സർവ്വകാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ഗഹസിയായിരുന്നു. അത് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം. എലീഷ ഗഹസിയോട് പറയുകയാണ് ഇന്ന കാര്യം ചെയ്യുക, എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുക എന്ന് പറയുന്നത് എലീഷ ഗഹസിയെ ആയിരുന്നു ചെയ്യിച്ചിരുന്നത്. അപ്പോൾ ഗഹസിക്ക് എലീഷയുടെ ഭവനത്തിൽ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്തിയാവുവോളം മതിയാവുവോളം എല്ലാം കിട്ടി എന്ന് പറയുന്നില്ല. പക്ഷേ അവനാവശ്യമായിരുന്ന കാര്യങ്ങളെല്ലാം അവിടെ ലഭിച്ചിരുന്നു. പക്ഷേ അതിൽ തൃപ്തി ഇല്ലാതിരുന്നത് കൊണ്ട് അത് പോരാ, കുറേ കൂടി ഒരു ആർത്തി ഉണ്ടായതുകൊണ്ടാണ് ഈ ഗഹസി എലീഷ അറിയാതെ നാമാൻ്റെ കയ്യിൽ നിന്ന് ആ പാരിതോഷികങ്ങൾ മേടിച്ചത്. ഇന്നത്തെ ശുശ്രൂഷകരിൽ പലരിലും കാണുന്ന ഒരു പ്രവണതയാണിത്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമുക്ക്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവനാവശ്യമായുള്ള കാര്യങ്ങൾ അവൻ്റെ ഇഷ്ടം പോലെ എല്ലാം നടത്തി കൊടുക്കണമെന്നില്ല. പക്ഷേ അവന് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തി കൊടുക്കാറുണ്ട്. അതിലൊന്നും തൃപ്തിപ്പെടാതെ കൂടുതൽ വേണം എന്ന് വാശി പിടിച്ച് ആർത്തി പൂണ്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. പൊതുവെ ജനത്തിൻ്റെ ധാരണ
ദൈവം ശുശ്രൂഷകരെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിലും എൻ്റെ അറിവിലും എൻ്റെ കാഴ്ചയിലുമെല്ലാം ദൈവം തൻ്റെ ശുശ്രൂഷകരെ കൃത്യമായി ശാസിക്കുകയും ശിക്ഷണം നൽകി നേർവഴിക്ക് നയിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ശിക്ഷണം സ്വീകരിക്കാത്തവർ നശിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ശുശ്രൂഷകൻ വളരെയധികം ആത്മീയ കൃപകളുള്ള ശുശ്രൂഷകൻ, ആ ശുശ്രൂഷകൻ ആരംഭകാലത്ത് വളരെയധികം ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ശുശ്രൂഷകൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത വിധമുള്ള ഒരു അഭിവൃദ്ധി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോ നൽകിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർന്ന ജീവിത നിലവാരത്തിലേക്കൊന്നും ഈശോ കൊണ്ടുപോയില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈശോ ക്രമപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇതിലൊന്നും തൃപ്തിപ്പെടാതെ ഈ മനുഷ്യൻ തൻ്റെ ശുശ്രൂഷയിൽ വരുന്ന മനുഷ്യരിൽ നിന്ന് അമിതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യന് മാരകമായ രോഗം പിടിപെടുകയും വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്തു കുറേ വർഷങ്ങളോളം. എന്തു തന്നെയാണെങ്കിലും ഈ മനുഷ്യൻ പശ്ചാത്തപിച്ച് ഈശോയോട് മാപ്പപേക്ഷിച്ച് മുന്നോട്ട് പോയപ്പോൾ ഈശോ ആ മനുഷ്യനെ പരിപൂർണമായി സുഖപ്പെടുത്തുകയും വീണ്ടും ആ പഴയ ശുശ്രൂഷയിലേക്ക് ആ മനുഷ്യനെ തിരികെ നടത്തുകയും കൂടുതൽ അഭിഷേകങ്ങളും കൃപകളും നൽകി ആ മനുഷ്യനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ശുശ്രൂഷകർ അത്യാർത്തി കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈശോ തക്കതായിട്ടുള്ള ശിക്ഷണ നടപടികൾ സ്വീകരിക്കും. അത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ഈശോയോട് ചേർന്ന് നിന്നാൽ ആ ശിക്ഷണ നടപടികൾ വേണ്ട എന്ന് വെച്ച് അവനെ അനുഗ്രഹിക്കും. ഇത് മനസ്സിലാക്കാതെ മർക്കടമുഷ്ടി കാണിക്കുന്നവർ തീർച്ചയായും നശിച്ചു പോകും. അത് ഞാൻ കണ്ടേക്കുന്നതാണ്, ഇതെല്ലാം ഞാൻ കണ്ടേക്കുന്നതാണ്. അപ്പോൾ വിശ്വാസികളോട് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും പറയാനുള്ളത്, ശുശ്രൂഷകൻ എന്തൊക്കെ കാണിക്കുന്നു എന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് അവനെന്തു ചെയ്യുന്നു എന്നുള്ളത് ഈ ശുശ്രൂഷകനും ഈശോയും തമ്മിലുള്ള കാര്യമാണ്. അത് അവർ തമ്മിൽ അങ്ങ് തീർത്തോളും. അതിൻ്റെ ഇടയ്ക്ക് കയറി ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ കയറി കൂടുതൽ വിമർശിക്കാനോ അവരെ തെറ്റിദ്ധരുത്താനോ ഒന്നും ശ്രമിക്കേണ്ട. വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ശാന്തമായി ഒന്ന് ഒരു പക്ഷേ സൂചിപ്പിക്കാം. അതും വേണമെന്ന് എൻ്റെ അഭിപ്രായത്തിലില്ല. കാരണം ഇവനെ ശുശ്രൂഷകനാക്കിയത് ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന വിശ്വാസികളൊന്നുമല്ല, ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോയ്ക്ക് തന്നെ അറിയാം എങ്ങനെ കൊണ്ടുപോകണം, എവിടം വരെ കൊണ്ടുപോകണം, എങ്ങനെയൊക്കെ പിടിച്ചു കെട്ടണം, എങ്ങനെയൊക്കെ അഴിച്ചു വിടണമെന്നൊക്കെ. അത് കൃത്യമായിട്ട് ഈശോ അത് ചെയ്യുന്നുണ്ട്. നമ്മളിത് കാണാത്തതുകൊണ്ടാണ്, മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ദശാംശം അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകർക്ക് നൽകേണ്ട ഓഹരിയെക്കുറിച്ച് ആരും വേവലാതിപ്പെടണ്ട. താല്പര്യമുള്ളവർ കൊടുക്കുക, താല്പര്യമില്ലാത്തവർ കൊടുക്കണ്ട. അത് നിങ്ങളുടെ ഇഷ്ടം. അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. അത് സംസാരിക്കുന്നവർക്ക് അത്ര നന്മ വരുത്തുകയില്ല. ഇതും അനുഭവങ്ങളാണ്. വിമർശനങ്ങൾ അത് അതിരുവിടാൻ പാടില്ല. കൂടുതൽ വിമർശിക്കാതിരിക്കുന്നതാണ് ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും നല്ലത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതെല്ലാം ഞാൻ കണ്ടേക്കുന്നതാണ്. അതുകൊണ്ട് ശുശ്രൂഷകനും ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും
അപകടങ്ങളുണ്ടാകാതിരിക്കാനും ദൈവത്തിൻ്റെ ക്രോധം അവിചാരിതമായി ഉണരുകയും അങ്ങനെ ആ ക്രോധത്തിൽ നശിക്കാതിരിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്.